ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീട്ടിൽ തന്നെ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. ഞാനിത് ക്യാൻവയിലാണ് എഡിറ്റ് ചെയ്തത്. ഇത് സ്പീഡാക്കിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ബാക്കി സ്റ്റെപ്സിലോട്ട് പോകാം. ആദ്യം നമ്മൾ എഡിറ്റ് ചെയ്ത മോഡലിനെ പ്രിൻ്റ് എടുത്തിട്ട് അതിനെ കറക്റ്റായിട്ട് സൈസിന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഓരോ പീസിൻ്റെയും ഫ്രണ്ടിലും ബാക്കിലും സെല്ലോ ടൈപ്പ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് വലിയ സെല്ലോ ടൈപ്പാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം വലിയ സെല്ലോ ടൈപ്പ് ആകുമ്പോൾ ഒറ്റ പ്രാവശ്യം തന്നെ ഒരു സർഫസ് ഫുള്ളായിട്ട് കവർ ചെയ്യും. അതുപോലെ ചെറിയ ടൈപ്പ് ഒട്ടിക്കുമ്പോൾ പോലത്തെ ബോർഡറും വലിയ ടൈപ്പിന് വരില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ കസ്റ്റം നെയിം സ്ലിപ്പിൻ്റെ ഡിസൈൻ വേണമെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ നിങ്ങളുടെ പേര്, ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജ്, പിന്നെ ക്ലാസ്, സ്കൂൾ ഇത്ര അയച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ ഞാൻ ചെയ്തു തരാം. തിരിച്ച് അതേ മെയിൽ, നിങ്ങൾക്ക് മെയിൽ ചെയ്യുന്ന അതേ മെയിൽ തന്നെ തിരിച്ചും സെൻഡ് ചെയ്യും. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണമെന്നുള്ളവർ ജസ്റ്റ് ഇമെയിൽ ചെയ്യുക. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ് കോപ്പിയാണ് തരുന്നത്. ഇതുപോലെ നെയിം സ്ലിപ്പ് ആക്കി തരില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ സോഫ്റ്റ് കോപ്പി അയച്ചു തന്നിട്ട് ബാക്കിയുള്ളത് പ്രിൻ്റ് എടുത്ത് ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രൊസീജിയർ തന്നെ ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന നെയിം സ്ലിപ്പ് കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഒരു കട്ട് ഇതിന് വരും. ഇനി ഇത് നോട്ട്ബുക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയാണെങ്കിൽ രണ്ട് രീതിയുണ്ട്. ഇതിൽ ഒന്നാമത്തെ രീതി നമുക്ക് ഗം എടുത്തിട്ട് അതിൻ്റെ പുറത്ത് നെയിം സ്ലിപ്പിൻ്റെ പുറത്ത് വെച്ചിട്ട് ബുക്കിൽ ഡയറക്റ്റ് ഒട്ടിക്കാം. പക്ഷേ അങ്ങനെ ഒട്ടാനുള്ള ചാൻസ് കുറവാണ്. ഞാൻ നോക്കിയപ്പോൾ നേരെ ഒട്ടിയത് കുറച്ച് ലൂസായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പുറത്തൂടെ ഒരു സെല്ലോ ടൈപ്പും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. രണ്ടാമത്തെ രീതി സെല്ലോ ടൈപ്പ് മാത്രം ഒട്ടിക്കുന്നതാണ്. അതാണ് കുറച്ചും കൂടെ എളുപ്പമുള്ളത്. ഇതാണ് ഇത് ബുക്കിൽ ഒട്ടിച്ചപ്പോഴുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.